ഇതിപ്പോൾ ഈ തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളോടുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള തീരുമാനമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം നമ്മുടെ പണമാണ്, എൻ്റെ പണം ഈ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ കൊടുത്ത നികുതി പണം എടുത്തുകൊണ്ട് അടുത്ത സർക്കാരിലേക്ക്, അതായത് അടുത്ത പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള പരിപാടികൾ തയ്യാറാക്കാൻ സർക്കാരിന്റെ പണം ഉപയോഗിക്കുകയാണ്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഇനി ബാറുകളുമായി ബന്ധപ്പെട്ട വിഷയം നോക്കാമല്ലോ. ബാറുകളുമായി ബന്ധപ്പെട്ട് ബാറുകളുടെ സമയം നീട്ടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഏകീകരിക്കുകയാണ് ചെയ്തത്. ശരിയാണ്, ഏകീകരിക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ അത് 10 മുതൽ 12 വരെ ആയിട്ടുണ്ട്. അത് കൃത്യമായി ടൂറിസം സെന്റേഴ്സായി ക്ലാസിഫൈ ചെയ്ത ചില പ്രദേശങ്ങൾ അവിടെയാണ് ഇത് കൃത്യമായി കൊടുത്തിരുന്നത്. പക്ഷേ ഒരു പരാതി വരാനുണ്ടായ കാര്യം അതിനടുത്ത പ്രദേശങ്ങളിലും അതിനടുത്തുള്ള ബാറുകളിലും ഇതേ രീതിയിൽ 10 മുതൽ 12 വരെ അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ബാറിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ വായിക്കൂടെ എന്ന രൂപത്തിൽ അവരും അത് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലെ പരാതികൾ വന്നു. അപ്പോഴാണ് ഈ ഏകീകരണം എന്നുള്ള കാര്യത്തിൽ ബാർ ഉടമകൾ ആവശ്യം ഉന്നയിച്ചത്. ബാർ ഉടമകൾ ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് കഴിഞ്ഞ വർഷം നൽകിയ ആവശ്യമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇത് 12 മണി വരെ ആക്കിയുള്ള തീരുമാനം എപ്പോഴാണ് വരുന്നത്? ഈ സമയത്താണ്. അതായത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുകയാണ്. ബാർ ഉടമകളുടെ ആവശ്യം തിരഞ്ഞെടുപ്പിന് അടുത്ത സമയത്ത് ആ ആവശ്യം അംഗീകരിക്കുമ്പോൾ അത് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? ഈ സമയം നീട്ടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം? ബാർ ഉടമകൾക്കാണ്. ഇപ്പോൾ ഈ തൊഴിലാളികളൊക്കെ അതിനെതിരെ വന്നിട്ടുണ്ട്. ബാർ തൊഴിലാളികളൊക്കെ ഈ സമയം നീട്ടിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഗുണം? ഇങ്ങനെ സമയം നീട്ടി നൽകുന്നതുകൊണ്ട് ബാർ ഉടമകൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഈ പറയുന്ന തുടർ ഭരണത്തിനായി ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് കൂടി മറുപടി നൽകേണ്ടതുണ്ട്.